സ്റ്റുഡൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസിൻ്റെ കോഡ്, സെൻട്രൽ ആംഗിൾ, ആൾട്ടർനേറ്റ് ആംഗിൾ ഇവയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ പ്രൂഫായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം. ഇതായിരുന്നു ആ ഫിഗർ. ഓക്കെ, എ ബി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ആർക്ക്, എ ബി എന്ന് പറയുന്ന ആർക്ക് അതിൻ്റെ സെൻറ്ററിനോട് ഉണ്ടാക്കുന്ന ആംഗിളാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണ്. അതുപോലെ അത് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എ പി ബി ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ സിയുടെ പകുതി ആയിരിക്കും ഈ ആംഗിൾ എ പി ബി എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഏതൊരു സർക്കിൾ പരിഗണിക്കുകയാണെങ്കിലും അതിലെ ഒരു കോഡ് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളായിട്ട്, ഡയമീറ്റർ അല്ലാത്ത കോഡ് പരിഗണിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗങ്ങളായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ലാർജർ പാർട്ടും ഒരു സ്മോളർ പാർട്ടും കിട്ടും. അപ്പോൾ ലാർജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അതാണ് ഈ ചിത്രത്തിൽ ഇവിടെ സി ആണ്. അതുപോലെ ഇതിൻ്റെ ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സിയുടെ പകുതി ആയിരിക്കും എന്നുള്ളതിലെ പ്രൂഫാണ് ഈ കാണുന്നത്. ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ആണല്ലോ, എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് സി എന്ന പ്രൂഫിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇത് തന്നെ. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. സെൻട്രൽ ആംഗിളിന് ഇവിടെ എ ബി എന്ന ആർക്ക് പരിഗണിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ചിത്രത്തിൽ പരിഗണിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബിയോട് ക്ലോസർ ആയിട്ടുള്ള പോയിന്റ് പരിഗണിക്കുമ്പോൾ ഈ ആംഗിളിന് എന്ത് സംഭവിക്കുന്നു, സി ബൈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി തന്നെയാണോ ഈ ആംഗിൾ വരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കൂ. ഈ ചിത്രം ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്. അതുപോലെ ആൾട്ടർനേറ്റീവ് ആംഗിളിലെ ബിയോട് ക്ലോസർ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ എ പി ബി എന്ന് പറയുന്ന ഒരു ആംഗിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻട്രൽ ആംഗിളും ഈ ആംഗിൾ എ പി ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ പി ഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒ പി എന്ന് പറയുന്ന ഒരു ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ആംഗിൾസ് ലഭിക്കും. ഇവിടെ എ പി ഒ ഈസ് ഈക്വൽ എ പി ഒ. ഓക്കെ, ആംഗിൾ എ പി ഒയും ലഭിക്കും, ആംഗിൾ ബി പി ഒയും ലഭിക്കും. ആ ചിത്രമാണ് ഇവിടെ ക്ലോസർ ആയിട്ട് കുറച്ചും കൂടി വലുതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ രണ്ട് ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വി വിൽ ഗെറ്റ് ടു ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ പി ഒയും ട്രയാങ്കിൾ ബി പി ഒയും. ഓക്കെ, എ പി ഒ ആൻഡ് ബി പി ഒ. ക്ലിയർ? അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുമ്പോഴാണ്, ഈ ഒരു ഒ പി എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ആദ്യം എ പി ഒ എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം പരിഗണിക്കുക, അല്ലെങ്കിൽ ഒ എ പി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഈ പി എന്ന എൻഡിലെ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് നമ്മൾ പരിഗണിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഒ എയും ഒ പിയും സെയിം ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് റേഡിയായി റേഡിയസുകളാണ് അല്ലെങ്കിൽ ആരങ്ങളാണ് ഒ എയും ഒ പിയും. അതുകൊണ്ട് ഇവ രണ്ടും ഒ എയും ഒ പിയും സെയിം ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്, സമപാർശ്വമാണെന്ന് നമുക്ക് ഈ സിമ്പിളായിട്ട് പറയാൻ കഴിയും. ഒ എയും ഒ പിയും ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് ഈ എൻഡിലുള്ള പി എന്ന എൻഡിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ എ എന്ന എൻഡിലെ ആംഗിളും എക്സ് ആയിരിക്കും എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. അതാണ് ഇവിടെ പിയിൽ എക്സ് ആയപ്പോൾ ഇവിടെയും എക്സ് ആയത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാണ് ലഭിച്ചത്? ട്രയാങ്കിൾ ബി പി ഒ. ഓക്കെ, ബി പി ഒ നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ എൻഡിലെ പി എന്ന എൻഡിലെ ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് വൈ ആയാൽ ബി എന്ന എൻഡിലെ ആംഗിളും എന്തായിരിക്കും? വൈ ആയിരിക്കും. ബിക്കോസ് ഒ പി ഈസ് ഈക്വൽ ടു ഒ ബി. ഒ പിയും ഒ ബിയും എന്താണ്? ഈക്വൽ ആണ്, റേഡിയസുകളാണ്. അതുകൊണ്ട് ബി പി ഒ ഐസോസെലസ് ആണ്. അതുകൊണ്ട് രണ്ട് എൻഡിലെയും ആംഗിൾസ് സെയിം ആയിരിക്കും. ബിക്കോസ് if one angle is y, then this angle is also y. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഇവിടെ y ആയാൽ ഇവിടെയും y ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ,
ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും രണ്ട് വീതം ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിൽ ഇവിടെ എക്സ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ആംഗിൾ എന്താണ്? ഈ ട്രയാങ്കിൾ നോക്കൂ, ഇവിടെ എക്സ് ഇവിടെയും എക്സ്. മൂന്നാമത് ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിൾ ആണ്. ആ വലിയ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതെങ്ങനെയാണ്? നമുക്കറിയാം സം ഓഫ് ദി 3 ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. അപ്പോൾ മൂന്നാമത് ആംഗിൾ ലഭിക്കാൻ 180യിൽ നിന്നും മറ്റ് രണ്ട് ആംഗിൾസ് കൂട്ടിയത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് 180 മൈനസ് 2x ഇവിടെ കിട്ടിയത്. ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പോൾ മൂന്നാമത്തെ വലിയ ആംഗിൾ, അതായത് വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ വലിയ ആംഗിൾ ആണ്. ഓക്കെ, അത് 180 മൈനസ് 2x ആണ് ഫസ്റ്റ് ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ. ഇനി BPO എന്ന് പറയുന്ന ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾ വൈയും വൈയും ആണ്. അപ്പോൾ 2y കിട്ടിയത് രണ്ടും കൂടി കൂട്ടിയത്. അപ്പോൾ മൂന്നാമത് ആംഗിൾ എന്ന് പറയുന്നത് ഈ ചെറിയ ആംഗിൾ ആണ്. ആ ചെറിയ ആംഗിൾ 180 മൈനസ് 2y എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ മൊത്തം 180 മൈനസ് 2xനുള്ളിലാണ് എന്ത്? 180 മൈനസ് 2y വരുന്നത്. അപ്പോൾ ഈ 180 മൈനസ് 2xൽ നിന്നും 180 മൈനസ് 2y കുറച്ചതാണ് ഈ C എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ. ഓക്കെ, C ഈക്വൽ ടു, അപ്പം നമുക്ക് എന്ത് എഴുതാം? C ഈക്വൽ ടു 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y. ഓക്കെ, C ഈക്വൽ ടു എന്ത് ലഭിക്കും? 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y എന്ന് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ആ ഒരു ഇക്വേഷന് അവിടെ നമ്മൾ വെക്കുക. അതിനുശേഷം ഈ പിയിലേക്ക് വരിക. ഈ പിയിലെ വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? y ആണല്ലോ. ചെറിയ ആംഗിൾ എക്സും ആണ്. അപ്പോൾ ഈ വലിയ ആംഗിളിൽ നിന്നും ഈ ചെറിയ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഈ ആംഗിൾ APB എന്ന് പറയുന്ന നമ്മളെ AB എന്ന ആർക്ക്, ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ APB ലഭിക്കും. അപ്പോൾ ഈ ആംഗിൾ APB എന്ന് പറയുന്നത് ആരാണ്? y മൈനസ് എക്സ്. വൈയിൽ നിന്നും എക്സ് കുറച്ചപ്പോൾ കിട്ടുന്ന ഈ പോർഷൻ ആണെന്ത്? ആംഗിൾ APB എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ APB ഈക്വൽ ടു y മൈനസ് എക്സ് എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? C ഈക്വൽ ടു 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y. ഓക്കെ, അപ്പോൾ ആംഗിൾ APB ഈസ് ഈക്വൽ ടു y മൈനസ് എക്സ് എന്ന് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. C ഈക്വൽ ടു 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y എന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക്, സിംപ്ലിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇവിടെ 180 ഉണ്ട്, ഇവിടെ മൈനസ് 180 ഉണ്ട്. ഈ മൈനസ് ഈ രണ്ടിനും ബാധകമാണ്. മൈനസ് ഓഫ് 180 മൈനസ് 2y ആണ്. അപ്പോൾ മൈനസ് ഈ 180ക്കും ബാധകമാണ്, മൈനസ് 2yക്കും ബാധകമാണ്. അപ്പോൾ ഇവിടെ 180, അതുപോലെ തന്നെ ഇവിടെ മൈനസ് 2x, അത് രണ്ടും കുഴപ്പമില്ല. ഇനി മൈനസ് എന്താവും? മൈനസ് 180 വരും. അതുപോലെ ഈ മൈനസ് ഓഫ് മൈനസ് 2y എന്ത് വരും? പ്ലസ് 2y വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 180, ഇവിടെ മൈനസ് 180, നെറ്റ് എഫക്റ്റിൽ ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. അപ്പോൾ 180യും 180യും മൈനസ് 180യും 0 ആയി. പിന്നെ മൈനസ് 2x, ഈ മൈനസ് ഓഫ് മൈനസ് 2x പ്ലസ് 2x, അപ്പോൾ എന്ത് വരും? മൈനസ് 2x പ്ലസ് 2y. ഓക്കെ, മൈനസ് 2x പ്ലസ് 2y വരും. ആദ്യം പ്ലസ് 2y നമുക്ക് എഴുതുകയാണെങ്കിൽ രണ്ടാമത് മൈനസ് 2x എഴുതാം. അപ്പോൾ 2y മൈനസ് 2x, കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 2 ആണ്. 2 പുറത്തേക്ക് എടുക്കുക. 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് ലഭിക്കും. അപ്പോൾ C ഈക്വൽ ടു 2 ഇൻറ്റു y മൈനസ് എക്സ് എന്ന് ലഭിക്കും. അപ്പോൾ y മൈനസ് എക്സ് മാത്രം ഈ ഭാഗത്ത് നിർത്തി 2a സിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ ഇവിടെ RHSലുള്ള മൾട്ടിപ്ലിക്കേഷൻ സിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ y മൈനസ് എക്സ് ഈക്വൽ ടു C/2 എന്ന് ലഭിക്കും. y മൈനസ് എക്സ് ആരായിരുന്നു? y മൈനസ് എക്സ് എന്ന് പറയുന്നത് ആംഗിൾ APB ആയിരുന്നു. ആംഗിൾ APB ഈസ് ഈക്വൽ ടു ഹാഫ് C അല്ലെങ്കിൽ C/2. അപ്പോൾ എന്ത് ലഭിച്ചു? ആംഗിൾ APB എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണെന്ന് ലഭിച്ചു. y മൈനസ് എക്സ് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണെന്ന് ലഭിച്ചു. അപ്പോൾ എനി പോയിന്റ്, ഇഫ് വി കൺസിഡർ എനി പോയിന്റ് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക്, അത് എത്ര അടുത്താണെങ്കിലും, ബിയോടും എയോടും എത്ര അടുത്താണെങ്കിലും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രൂഫിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിയുക. ഓക്കെ, അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, അതിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ലൈനാണ് ആർക്കായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. ആ ആർക്കിന്റെ എന്താണ്? ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ഒരു രണ്ട് ആംഗിൾസ് ആണ് 60 ഡിഗ്രി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 120 ആകുമ്പോൾ ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്നത് എവിടെ നമ്മൾ പോയിന്റ്സ് പരിഗണിക്കുകയാണെങ്കിലും ദാറ്റ് വിൽ ബി
ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. ഇവിടെ ഇൻ ദിസ് കേസ് 120/2 ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഫിഗറിലേക്ക് പോവാം, അതിൻ്റെ പ്രൂഫും ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ എ ബി എന്ന് പറയുന്ന കോഡ് എന്ത് ചെയ്യുന്നു, സർക്കിളിനെ 2 പോർഷൻസ് ആക്കി വിഭജിച്ചു. വൺ ഈസ് ദ അപ്പർ പോർഷൻ, ദാറ്റ് ഈസ് ലാർജ് പോർഷൻ, ആൻഡ് ദി അതർ ഈസ് സ്മോളർ. അതായത് ഈ ചെറിയ ഭാഗവും വലിയ ഭാഗവും നമുക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ ഒ ബിയും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ആൾട്ടർനേറ്റ് ആർക്കിലെ, അതായത് മറുചാപത്തിലെ ഒരു ആംഗിൾ ആയിരുന്നു നമ്മൾ പരിഗണിച്ചിരുന്നത്. ഇനി സെയിം ആർക്കിലെ ആംഗിൾ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ഇത് സി ആണ് എങ്കിൽ ഇതെന്ത് വരും എന്നാണ്. ഇതിൽ നമുക്ക് പ്രൂഫ് ഉണ്ട്. 180 - c/2 ആണ്. നേരത്തെ ഇത് സി ആണ്, ആൾട്ടർനേറ്റീവ് ആർക്കിൽ c/2 ലഭിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ സെയിം ആർക്കിൽ ലഭിക്കുന്നത് 180 - c/2 ആണ്. അതിൻ്റെ പ്രൂഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ചിത്രത്തിലെ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, അത് നമ്മൾ തൽക്കാലം മനസ്സിൽ വെക്കുക. ദെൻ നമുക്ക് ഈ ഒ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. അതായത് ഒ ക്യൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടും. അതായത് എ ഒ ക്യൂവും കിട്ടും, ബി ഒ ക്യൂവും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ എ ഒ ക്യൂവിൻ്റെയും ബി ഒ ക്യൂവിൻ്റെയും ആ 2 ഐസോസെലസ് ട്രയാങ്കിളിലെ ഈ ഫസ്റ്റ് എ ഒ ക്യൂ പരിഗണിക്കുകയാണെങ്കിൽ എ എന്ന എൻഡിലെ ആംഗിൾ എക്സ് എന്നെടുത്താൽ ബി എന്ന എൻഡിലെ ആംഗിളും എക്സ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഐസോസെലസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, 180 - 2x. ഇനി ട്രയാങ്കിൾ ബി ഒ ക്യൂ പരിഗണിക്കുകയാണെങ്കിൽ, ഇഫ് വി കൺസിഡർ ദ ട്രയാങ്കിൾ ബി ഒ ക്യൂ, ദെൻ ദി ആംഗിൾസ് അറ്റ് ദി എൻഡ്സ് ഓഫ് ബി ക്യൂ y എന്നെടുത്താൽ, ഇഫ് വി ടേക്ക് ദ ആംഗിൾസ് y ആംഗിൾസ് അറ്റ് ബി ആൻഡ് ക്യൂ ആർ y. ഓക്കെ, ഇത് രണ്ടും y ആണ്, ബിയും y ആണ്, ക്യൂവും y ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഐസോസെലസ്. എന്തുകൊണ്ടാണ്, ഒ ക്യൂ ഒ ബി റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത് അതിൻ്റെ ആംഗിൾ എന്താ, 180 - 2y. ഓക്കെ, ഈ ട്രയാങ്കിൾസിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ല, മൂന്നാമത് ആംഗിൾ വരുന്നത് എന്താണ്, 180 - 2y. അപ്പോൾ 180 - 2x-ഉം 180 - 2y-യും കൂടി ചേർന്നതാണല്ലോ ഈ വലിയ ആംഗിൾ, സെൻട്രൽ ആംഗിൾ. അപ്പോൾ എന്ത് വരും, സി എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ മൂന്നാമത് ആംഗിൾസ് കൂടി ചേർന്നതാണ്. അപ്പോൾ സി = 180 - 2x + 180 - 2y. അതാണ് എഴുതിയിട്ടുള്ളത്. c = 180 - 2x + 180 - 2y. Okay, on simplification we get 2 × x + y, that is equal to 360 - c. ഇതെങ്ങനെ ലഭിക്കുക എന്നുള്ളത് നോട്ട്ബുക്കിൽ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയാൽ നമുക്ക് ലഭിക്കും. ഇവിടെ എന്താണ്, c = 180 - 2x + 180 - 2y. ഇവിടെ എന്താണ്, 180 - 2x-ഉം 180 - 2y-യും കൂടി ആഡ് ചെയ്യുമ്പോൾ 180-യും 180-യും 360 ലഭിക്കും. -2x-ഉം -2y-യുമാണ് വരുന്നത്. അപ്പം മൈനസ് കോമൺ ആയിട്ട് വരും, അത് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് 2 × x + y എന്ന് മൈനസ് കോമൺ ആയിട്ട് വരുമ്പോൾ -2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ -2 × x + y എന്ന് ലഭിക്കും. പിന്നെ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2 × x + y = 360 - c എന്ന് ലഭിക്കും. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, x + y = എന്ത് ലഭിക്കും, 360-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180 ലഭിക്കും. അതുപോലെ c-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് c-യും ലഭിക്കും. അങ്ങനെയാണ് ഈ 360 - c എന്നുള്ളത് എന്തായി മാറുന്നത്, 180 - ½ c ആയി മാറുന്നത്. ഒന്നുമില്ല, ഈ രണ്ട് RHSലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും RHSലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്, ഇവിടെ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ ആകുമ്പോൾ ഈ 360-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 180 ലഭിക്കും. അതുപോലെ c-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ½ c-യും ലഭിക്കും. അതാണ് ആംഗിൾ എ ക്യു ബി. ആംഗിൾ എ ക്യു ബി ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്, സെയിം ആർക്കിലുള്ള ആംഗിൾ. അപ്പോൾ ആംഗിൾ എ ക്യു ബി = x + y, ഈ രണ്ടും കൂടി ചേർത്തത്. ആംഗിൾ എ ക്യു ബി = x + y = 180 - ½ c. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചിത്രം ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു കോഡ്, ഏതൊരു സർക്കിളിലെയും ഒരു കോഡ് സർക്കിളിനെ 2 ആയിട്ട് ഭാഗിക്കുന്നു. ഒന്ന്